അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. കുഞ്ഞോനാണേ. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ നിസ്കാരം 7:30 അപ്പം ഒരേ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിക്ക് പോവാണ്. ഏതായാലും പോയി നോക്കട്ടെ. ചെറുതായിട്ടൊരു മഴ ഉണ്ട്. അപ്പം മഴ ചിലപ്പം പ്രശ്നമാവും, സ്ട്രോങ് ആകുകയാണെങ്കിൽ ചിലപ്പം പ്രശ്നമാവില്ല. ഏതായാലും നമ്മൾ പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ്, പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒളിയത്ത് അറക്കുന്ന പറമ്പിലേക്ക് പോയിട്ടില്ല. അതിന് മുമ്പ് ഫസ്റ്റിൽ ഞാൻ നമ്മളെ വല്യമ്മൻ്റെ അടുത്തേക്ക് വന്നാണ്. വല്യമ്മൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ വയസ്സായ ആൾക്കാരല്ലേ, അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് കുറച്ചുകൂടെ ഇരുന്ന് കുറച്ച് ലൊട്ടയൊക്കെ പൊട്ടിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യും, ചായ കുടിക്കും വീട്ടിൽ പോയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒളിയത്ത് ഇറക്കുന്ന പറമ്പ് പോകാണ്ട് അങ്ങോട്ട് പോകണം. പരമാവധി വീഡിയോ എടുക്കാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ വലിയമ്മൻ്റെ അടുത്തൊക്കെ പോയി അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ ഒളിയത്തിൻ്റെ പറമ്പിലേക്കാണ് പോയത്. ഒളിയത്ത് ഇറക്കുന്ന പറമ്പ് പോയി. അവിടെ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. ഇറച്ചി കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് പൊരൽ വന്ന് കേട്ടോ, നല്ല പായസമുണ്ട്. നല്ല അടിപൊളി സെമി പായസമാണ് സാധാരണ നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ സെമി പായസം ഉണ്ട്. അപ്പോൾ അത് ഗ്ലാസ് സെമി പായസവും പിന്നെ കൂട്ടത്തിൽ ചായ ഉണ്ട്. നല്ല അടിപൊളി ചായയും കടിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഒളിയത്തിൻ്റെ ഇറച്ചിയൊക്കെ വാങ്ങി വന്നു. നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മളെ ബന്ധു വീട്ടിലും കുടുംബ വീട്ടിൽ ബന്ധക്കാരുടെ വീട്ടിലൊക്കെ പോകുന്നതിനുള്ള പരിപാടിയിലാണ്. ഇപ്പം നമ്മളുള്ളത് പെങ്ങളെ വീട്ടിലാണ്. ഇതാക്കുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ വാവക്ക് ചായ, കട്ടൻ ചായ, കേക്ക്. എനിക്ക് ബീഫ് ബിരിയാണിയാണ്. ഞാൻ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ, തോനെ ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന സ്ഥിതി. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് സിക്സ് ബാക്കുമായിട്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ പെങ്ങളെ വീട്ടിലൊക്കെ പോയി നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിൽ വന്നു. ഇനി നമ്മൾ സമയം മഗ്‌രിബ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് വാപ്പൻ്റെയും ഉമ്മൻ്റെയും അടുത്തേക്കാണ്. നേരെ വാപ്പൻ്റെയും ഉമ്മൻ്റെ അടുത്തേക്ക് പോവാണ്. ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ തറവാട്ടിൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാക്കുന്ന വാപ്പ അവിടെ ഇരിക്കുന്ന ഇത് അനിയൻ്റെ മോനാണ്. വാപ്പ അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വർത്താനൊക്കെ? നല്ല വർത്താനോ? സാറന്നല്ലേ? പെരുന്നാളൊക്കെ അടിച്ചു പൊളിയല്ലേ? അടിച്ചു പൊളിച്ചല്ലേ? വിടുവോ? എന്താ സ്ഥിതി? നല്ല സ്ഥിതിയല്ലേ? അപ്പം അതൊക്കെയാണ്. നമ്മളെ മൊലാച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അനിയൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഉമ്മ പിന്നെ ഹജ്ജിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഓതുന്നതാണ്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.